പറയാൻ പോകുന്നത് വിവാഹ തടസ്സം, വിവാഹം വൈകാൻ ഉള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാരണം ജ്യോതിഷികമാണ്. ജ്യോതിഷികം എന്ന് പറഞ്ഞാൽ ഒരു 23 വയസ്സ് 24 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ജാതകം കൊണ്ട് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോവാണ്. ജ്യോത്സ്യനെ അത് നോക്കിയിട്ട് പറയാ, ഇപ്പൊ ഇല്ല, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വിവാഹം നടക്കുള്ളൂ, ഇപ്പൊന്നും വിവാഹത്തിന് യോഗമില്ല എന്ന് പറയാ. അപ്പൊ അതിനെ ഏതാണ്ടൊരു അപ്പോ മാതാപിതാക്കൾ പോവും. എന്നിട്ട് ആരെയും ചോദിച്ചാൽ പറയുക, ജ്യോത്സ്യം പറഞ്ഞേക്കുന്ന 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വിവാഹം എന്നാണ്, അത് കാരണമാണ് ഈ പ്രശ്നം എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ആരുടെ വിവാഹം അങ്ങനെ 5 കൊല്ലം വൈകും എന്ന് പറയാൻ ജ്യോത്സ്യന് യാതൊരു അധികാരമില്ല. കാരണം വിവാഹം നടക്കുന്നത് ശുക്രദശ, ചന്ദ്രദശ, രാഹുർദശ, 7ാം ഭാവാന്റെ ദശ, 7ലേക്ക് നോക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഈ ദശകളിലും അപഹാരങ്ങളിലും ഛിദ്രങ്ങളിലും വിവാഹം നടക്കാം. അപ്പോ ഈ ദശകളല്ല, ഇപ്പൊ ശനി ദശ വന്നേക്കുന്നു, ഈ കേതുവിന്റെ ദശ വന്നേക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അപഹാരങ്ങൾ വരും. ഈ സമയത്ത് ആലോചിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഈ വെറുതെ ഒഴിവായാലും എന്തെങ്കിലും ഒരു ജ്യോത്സ്യം പറഞ്ഞു എന്ന് വെച്ചാൽ, അപ്പൊ ജ്യോതിഷകമാണ് ഒന്നാമത്തെ വിവാഹം വൈകാനുള്ള കാരണം അത്. പിന്നെ പ്രവർജ്യ യോഗം, 4 ഗ്രഹങ്ങളും അതിൽ കൂടുതലും 4ഉം അതിൽ കൂടുതലും ഗ്രഹങ്ങളും ഒരു രാശിയിൽ നിൽക്കുന്നതിനാണ് പ്രവർജ്യ എന്ന് പറയുന്നത്, പ്രവർജ്യ യോഗം. ഇത് സാധാരണഗതിയിൽ അനുഭവപ്പെടുന്ന ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്, ഒരു 30-40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് പ്രവർജ്യ സന്യാസ യോഗം എന്ന് പറഞ്ഞാൽ. എല്ലാവരും സന്യാസി ആവാനില്ല. ചിലർ വെറും കാവ്യ വസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ, വേറെ ചിലരുടെ ഒരു പുസ്തകം പിടിച്ച് അമ്പലത്തിൽ പോവുക, ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പൊ നേരത്തെ ഇങ്ങനെയുള്ള ആൾക്കാർ വിവാഹം ഒരു 22-23 വയസ്സിൻ്റെ ഉള്ളിൽ നടത്തി കഴിഞ്ഞാൽ അവർക്ക് അതിനകത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അവർക്ക് പ്രാരാബ്ധങ്ങളായി, കുട്ടികളായി, അങ്ങനെ ആ യോഗം ഉള്ള ആൾക്കാർക്ക് വൈകണേന് നമുക്ക് തടയാൻ സാധിക്കും. പിന്നുള്ളത് ശനിയുടെയാണ്. ശനി ഇപ്പോൾ ഒരു ജാതകത്തിൽ ശനി ലഗ്നത്തിൽ നിന്നാൽ തന്നെ ശനി നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ അവനൊരു മടിയനായിരിക്കും. ഈ ശനി 7ലേക്ക് ദൃഷ്ടി ചെയ്യും. 7 എന്ന് പറയുമ്പോൾ വിവാഹം അതുമാണ്. അപ്പോൾ ഇവൻ വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കും. അതും ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ആ വിവാഹത്തിന് അനുകൂലമല്ലാത്ത ശനിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ യോഗകാരകനാവും ശനി, ലഗ്നാധിപനാവും ശനി, ഇങ്ങനെയൊക്കെയുള്ള ശനികളാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത ശനികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇവരുടെ വിവാഹം നേരത്തെ നടത്താൻ ആലോചിക്കുക, നേരത്തെ നടത്തി അങ്ങനെയായ ആ തടസ്സങ്ങളും മാറും. വിവാഹ യോഗമുള്ള ജാതകമാണെങ്കിൽ വിവാഹം നടന്നിരിക്കും. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സാധ്യതയുള്ള ശാസ്ത്രം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ വിവാഹം നടക്കും. പിന്നെ ഉള്ളത് നക്ഷത്ര, പിന്നെ ചൊവ്വാദോഷം. 7ലും 8ലും ചൊവ്വ നിൽക്കുന്ന ജാതകങ്ങൾ ബുദ്ധിമുട്ടാവും. അതെങ്ങനെ? ഇവിടെ നമ്മൾ തന്നെ ഈ 18 മെയ്യില് നമ്മുടെ എപ്പിസോഡിൽ ചൊവ്വയെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാ ചൊവ്വ നമുക്ക് അനുകൂലമായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത ചൊവ്വകൾ, യാതൊരു തരത്തിലും ജാതകന് അനുകൂലം അല്ലാത്ത ചൊവ്വകൾ 7ലോ 8ലോ നിന്ന വിവാഹത്തിന് തടസ്സം ഉണ്ടാവും. അങ്ങനെയുള്ള വിവാഹ തടസ്സം 7 ചൊവ്വയാണ്, കൊച്ചിനിപ്പോൾ വിവാഹമില്ല, അങ്ങനെ പറഞ്ഞിരിക്കരുത്. വിവാഹം ഈ നമുക്ക് ഒരു 22 മുതൽ 24-25 വയസ്സ് വരെ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുക. ആ സമയത്ത് വിവാഹം നടത്താൻ ശ്രമിക്കുക, വിവാഹം നടന്നിരിക്കും. പിന്നെ നക്ഷത്രം, ചില ആൾക്കാർ പറയും ഏതാ നക്ഷത്രം? തിരുവാതിര. വിവാഹം വൈകൂട്ടോ? അങ്ങനെയല്ല. അതിൻ്റെയൊക്കെ ഈ 19 വയസ്സ് മുതൽ ഏതാണ്ട് ഒരു 20 വയസ്സ് മുതൽ 20-21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ശനിദശ വരും. ശനിദശ വന്നു കഴിയുമ്പോൾ ഇതിന് ബുദ്ധിമുട്ട് വരും. ശനി അനുകൂലമല്ലാത്ത ശനിയാണെങ്കിൽ ആ നക്ഷത്രം പുണാർദം, വിശാഖം, പൂരുരുട്ടാതി, തിരുവാതിര, ചോതി, ചതയം. ഇതും നമ്മൾ വിവാഹ യോഗമുള്ളതാണ് നേരത്തെ ആലോചിച്ച് സാധ്യതകളുടെ ശാസ്ത്രമാണ്. അല്ലാണ്ട് ഒരാൾക്കും ഇതിന് കണ്ണിച്ച് ഇത് വിവാഹം നടക്കില്ല, അവന് വിവാഹമില്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതങ്ങനെ. പിന്നുള്ളത് ഡിമാൻഡാ. ചില പുരുഷന്മാർ പറയും, കുട്ടി നല്ല നിറം ഉണ്ടാവണം, നല്ല തലമുടി ഉണ്ടാവണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, നല്ല സാമ്പത്തികം ഉണ്ടാവണം. ഇതിങ്ങനെ ഇപ്പൊ സ്ത്രീകളും പറഞ്ഞോളി. സ്ത്രീകൾ പറയണത്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ, എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള പുരുഷൻ തന്നെ വേണം, ഇല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ ശമ്പളമുള്ള പുരുഷൻ വേണം. ഇങ്ങനെയുള്ള പിടിവാശികൾ അങ്ങനെ ആയി കഴിയുമ്പോഴും ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് അപ്പൊ അങ്ങനെയല്ല, മനസ്സിന്റെ സൗന്ദര്യം, ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം അല്ല. പിന്നെ തലമുടി ഒരു പ്രസവം കഴിഞ്ഞാൽ തലമുടി കൂടെ പോയാൽ എന്ത് ചെയ്യും? ഡൈവേഴ്സ് ചെയ്യും? ഇല്ലല്ലോ.
അപ്പൊ അതൊക്കെ ബാലിശമായുള്ള ഡിമാൻഡുകളിൽ അതൊക്കെ വിട്ടു കഴിഞ്ഞാൽ അതും ഒരു തടസ്സമല്ല, അതും നമുക്ക് വിവാഹം നേരത്തെ ആവാനുള്ള ഇതുണ്ടാവും. പിന്നെ ഉള്ളത് വേറൊരു പ്രശ്നം, അച്ഛനും അമ്മയൊക്കെ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരിക്കും. വലിയ പുരോഗമനപരമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിനോട് അടുത്ത് കഴിയുമ്പോൾ സംഗതി മാറും. നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളാണ്, പെണ്ണ് വന്ന് കണ്ടു, എല്ലാം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു, അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് എന്ന് പറയുമ്പോൾ പറയാന്ന് പറഞ്ഞു പോകും, പിന്നെ പറയൂല. ഇതാണ് ഇന്നത്തെ സ്ഥിതി. അതും ഒരു കാരണമാണ്. പിന്നെ നടക്കും പുരോഗമനപരമായ ചിന്തകളും കാര്യങ്ങളുള്ള ആൾക്കാരാകും വിഷയമാണ് നടക്കുന്ന ഒരുപാട് കേസുകളുണ്ട്, അത് വേറെ, അതങ്ങനെ. പിന്നെ ജ്യോത്സ്യന്മാരെ മാറി മാറി പരീക്ഷിക്കും. ഒരാൾ പറയണതല്ല മറ്റാൾ പറയണേ. കോമൺ ആയിട്ട് ഒരു കാര്യമില്ല. എന്റെ ഗുരു പഠിപ്പിച്ചതായിരിക്കില്ല വേറെത്തും പറഞ്ഞേക്കണേ. എന്റെ ഗുരു പഠിപ്പിച്ച കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു, അടുത്ത ആളെ നോക്കി, ഇങ്ങനെ നോക്കി പോലും ഒരു തടസ്സമാണ് ഇതിനകത്ത് വിശ്വാസമുള്ള ആൾക്കാർക്ക്. പിന്നെ ഉള്ളൊരു പ്രധാന പ്രശ്നം, മരിച്ചുപോയ ആൾക്കാരെ നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ട് കാരണം അസ്ഥിത്തറയെ കെട്ടി ദിവസവും വിളക്ക് കൊളുത്തുക, അത് ഒരിക്കലും പാടില്ല. അതുപോലെ പൂജാമുറിയിൽ ഇവരുടെ ഫോട്ടം വെച്ച് മാലയിട്ട് തിരി കത്തിച്ച് പൂജിക്കുക, മാലയൊക്കെ ഇടിക്കുക, ഇതൊന്നും പാടില്ല. കാരണം പിതൃക്കളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ വിധിയില്ല, മനസ്സിലായില്ലേ? പിതൃക്കളെയൊക്കെ ഈ പ്രേതാവസ്ഥയിൽ നിന്നും പിതൃ അവസ്ഥയിലേക്ക് മാറ്റാനാ വിധി. അപ്പോ അത് ഒരിക്കലും, അതൊക്കെ വിവാഹത്തിനൊരു തടസ്സമായിട്ട് നിൽക്കും. അതൊക്കെ നമ്മൾ നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് രാശി വെക്കുമ്പോൾ ഇതൊക്കെ പിടികിട്ടും, ഇന്ന പോലെ ഇന്ന കാരണങ്ങളുണ്ട്. അപ്പൊ അവർ ചോദിക്കും, പിതൃക്കളെ വെച്ച് ആരാധിക്കണ്ടോ നിങ്ങൾ? പൂജാമുറിയിൽ ആരൊക്കെ ഉണ്ട്? ഇന്ന പോലെ നമുക്ക് അനുഭവം ഉണ്ട്, ഇന്ന പോലെ ആൾക്കാരുണ്ടോ? ആരുടെ ഫോട്ടോ വച്ചേക്കണേ? അതൊരു കാരണമാണ്, അത് ഉടനെ മാറ്റണം. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. പിതൃക്കളെ ഒരിക്കലും ഫോട്ടത്തിനെ മാലയിട്ട് പൂജിച്ച് വിളക്ക് കൊളുത്തി വയ്ക്കാനേ പാടില്ല. വരുമ്പോ വെറുതെ വച്ചോളൂ, പ്രശ്നമില്ല. അതിനെ ആരാധിക്കാൻ പാടില്ല. അത് പിന്നെ ഈ നമ്മുടെ എന്താ പറയാ, ബ്രഹ്മരക്ഷസ്. ഇപ്പൊ വിവാഹം വൈകുമ്പോൾ നല്ലൊരു ജ്യോത്സ്യനെ കണ്ടത് എന്താ കാരണം, പിതൃശാപമാണോ ഇതൊക്കെയാണോ എന്നെല്ലാം ചിന്തിക്കണം. ഇപ്പൊ ഈ ബ്രഹ്മരക്ഷസിന്റെ ഉണ്ടെങ്കിൽ ഇതിനെ കണ്ടാല് ഇതിനെ ആവാഹിച്ച് ഇതിനെ നമ്മുടെ തിലഹോമം നടത്തി വിഷ്ണുവിങ്കില് സംവാദ സൂക്തം ചൊല്ലി വിഷ്ണുവിങ്കിൽ സമർപ്പിക്കണം. അതാണ് ചെയ്യുന്നത്. അപ്പൊ ആ പരിഹാരം അതോടുകൂടി തീരും. ഈ കാരണങ്ങളാണ് വിവാഹം ഇങ്ങനെ തടസ്സപ്പെടാനും വൈകാനുമുള്ള കാരണങ്ങൾ. അപ്പൊ അതിനെയൊക്കെ മറികടക്കാനും അത് ചിന്തിക്കാനും ഇന്ന കാരണങ്ങളുണ്ട്, ഞാനത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചിന്തിച്ച് അത് മാറ്റിക്കഴിഞ്ഞാൽ വിവാഹം എല്ലാവരുടെ അതാത് സമയത്ത് വിവാഹം നടക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനലിൽ നിങ്ങൾ കാണാനും അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾ അപേക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം, ചില ആൾക്കാർ ചോദിക്കും സബ്സ്ക്രിപ്ഷൻ പൈസ വല്ലതും കൊടുക്കേണ്ടി വരും. ഇല്ല, സബ്സ്ക്രിപ്ഷൻ തികച്ചും സൗജന്യമാണ്. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ബെൽ ബട്ടണും അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നത്തെ എല്ലാത്തിൻ്റെ ഇൻറ്റിമേഷനും നമ്മളോട് ഞങ്ങൾക്ക് ചെയ്തോളൂ.